ഇടുക്കിയിൽ നിന്ന് സിജോ കൂടി നമ്മോടൊപ്പം ചേരുന്നു. സിജോ, ഇടുക്കിയിൽ എവിടെയൊക്കെയാണ് പരിശോധന? നിഷാദ്, ഇപ്പോൾ ഇടുക്കിയിൽ കോളപ്രയിലുള്ള അനന്തകൃഷ്ണന്റെ വീട്ടിലാണ് ED സംഘം ഉള്ളത്. ഏതാണ്ട് 1 മണിക്കൂർ അടുക്കുന്നു ഇവിടുത്തെ പരിശോധന തുടങ്ങിയിട്ട്. ആദ്യം അവർ എത്തിയത് അനന്തകൃഷ്ണൻ ആദ്യമായി ഈ പദ്ധതി നടപ്പാക്കാൻ ഓഫീസ് തുടങ്ങിയ 7-ാം മൈലിലാണ്. 7-ാം മൈലിലെ ഓഫീസിൽ എത്തി അവിടെ പരിശോധന നടത്തിയ ശേഷമാണ് ഇപ്പോൾ അനന്തുവിൻ്റെ കോളപ്രയിലുള്ള വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. വീട്ടിനകത്ത് ഇവർ ഇപ്പോഴും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായും ഈ 21 അക്കൗണ്ടുകൾ അനന്തകൃഷ്ണനുണ്ട്. അതിൽ 11 അക്കൗണ്ടുകൾ വഴി ഏതാണ്ട് 548 കോടി രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടാണ് നടന്നിരിക്കുന്നത്. ഇത് ഏതെങ്കിലും രീതിയിൽ ഇതിൽ കള്ളപ്പണം എത്തിയിട്ടുണ്ടോ, അത്തരത്തിലുള്ള അന്വേഷണമായിരിക്കും പ്രധാനമായിട്ടും നടക്കുക. ഏറ്റവും പ്രധാനമായും ഈ ഓഫീസ് കേന്ദ്രീകരിച്ച് ഈ പദ്ധതി ആദ്യം നടത്തുന്ന കാലഘട്ടത്തിൽ, ഏതാണ്ട് 2018-19 കാലഘട്ടത്തിൽ ഒരു സാമ്പത്തിക ഇടപാട്, അതുമായി ബന്ധപ്പെട്ട് കേസും അനന്തകൃഷ്ണനെതിരെ ഉണ്ടായിരുന്നു. പലതവണ ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. പിന്നീടാണ് ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേടും സാമ്പത്തിക തട്ടിപ്പെല്ലാം തന്നെ നടന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അനന്തകൃഷ്ണന്റെ ഓഫീസിനോടനുബന്ധിച്ചും ഒപ്പം തന്നെ വീടിനോടനുബന്ധിച്ചുമായി നിരവധി സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. കോളപ്രയിലും 7-ാം മൈലിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. പല പേരുകളിലാണ്, അനന്തകൃഷ്ണന്റെ പേരിലും ഒപ്പം തന്നെ ബന്ധുക്കളുടെ പേരിലും എല്ലാം തന്നെയാണ് ഈ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. ഏതെങ്കിലും രീതിയിൽ ഇത്തരം സാമ്പത്തികമായ ഇടപാടുകൾ, ഈ പൈസ ഏത് വഴിക്ക് വന്നു, എവിടെ ചെലവഴിച്ചു എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയായിരിക്കും ഏറ്റവും പ്രധാനമായിട്ടും നടക്കുക. ഒപ്പം തന്നെ ഇടുക്കിയിലെ ചില രാഷ്ട്രീയ നേതാക്കൾക്ക് ഇത്തരത്തിൽ പണം നൽകിയിട്ടുണ്ട് എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും രീതിയിൽ വ്യാപകമായിട്ടുള്ള രീതിയിൽ വഴിവിട്ട പണം നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അടക്കം വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഈ പരിശോധന ഇനിയും തുടരാൻ സാധ്യതയുണ്ട്. ആദ്യം ഓഫീസിൽ പരിശോധന നടത്തിയതിനു ശേഷം വീട്ടിലാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമീപത്തായി തന്നെ ഇത്തരത്തിൽ പണം ഈ ചെലവഴിച്ച്, അതായത് സ്ഥലം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. സ്ഥലം വാങ്ങിയത് ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെയൊക്കെ എല്ലാം വിശദമായിട്ടുള്ള ഒരു കണക്കെടുപ്പ് കൂടി നടക്കാൻ സാധ്യതയുണ്ട്. ശരി, ഈ ED പരിശോധന നടത്തുന്നത് വിവിധ കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ഒരേ സമയം. ഇടുക്കിയിലെ അനന്തകൃഷ്ണന്റെ വീട്ടിലുമുണ്ട് പരിശോധന.